ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു പഴയകാല പലഹാരമാണ്. അരിയിരപ്പമാണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നമുക്ക് ഒരാഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഒരുപാടിട്ടങ്ങ് അരച്ചെടുക്കരുത്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പൊടി എടുക്കുന്ന അളവിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1 കപ്പ് പൊടിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്ത് തിളപ്പിച്ചിട്ടെടുക്കാം. ശർക്കരയുടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല. കല്ലുള്ളതാണെങ്കിൽ അരിച്ചെടുത്തതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഒന്ന് കട്ടായി പോയതാണ്. ഇനി നമുക്കതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ മാവൊന്ന് വാട്ടിയെടുക്കുന്നത് പോലെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ആ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വരണം. അതുവരെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്കിനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നാൽ മതിയാകും. ചെറിയ ചൂടോടുകൂടി വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതിവിടെ നമ്മൾ കയ്യിൽ തൊടാനുള്ള പാകത്തിനുള്ള ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കണം. ആദ്യം നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ആദ്യം ഒന്ന് ഇതുപോലൊന്ന് ആക്കിയെടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് സെൻറ്ററിലായിട്ട് ഒരു വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിൽ കിട്ടും. നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായി ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാ സ്നാക്സും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്. എന്നാൽ പുറം ഭാഗം കരിഞ്ഞിട്ട് അകം വേഗത്തില്ല. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വശം നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറിച്ചും തിരിച്ചു വിട്ട് 2 വശവും നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ 2 വശവും നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. കുറച്ച് ടൈം എടുത്ത് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട്
കുറച്ച് ടൈം എടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്നാക്സും നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. പുതിയ